1599 ജൂൺ മാസം 20 മുതൽ ഒരാഴ്ച നീണ്ടുനിന്ന ആ സുന്നഹദോസാണ് മലങ്കര ക്രൈസ്തവ സഭാചരിത്രത്തെ രണ്ടായി കീറിമുറിക്കുന്നത്. വളരെ നിർണായകമായ തീരുമാനങ്ങൾ അവിടെ എടുക്കപ്പെട്ടു. കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ കത്തോലിക്ക സഭയുടെ സമഗ്രാധിപത്യം ഉണ്ടാകുവാൻ കാരണമായി മാറിയത്. ആ ദേവാലയം നമ്മുടെ മുൻപിൽ വെക്കുന്നത് ക്രൈസ്തവ സഭാചരിത്രത്തിലെ ഏറ്റവും നിർണായകവും ഏറ്റവും വലിയ വഞ്ചനയുടെയും ചതിയുടെയും ഒക്കെ കഥയാണ്. ഞങ്ങൾ ഉദയംപേരൂരിലെ ആ പള്ളി സന്ദർശിച്ചു. പുരാതനമായൊരു ദേവാലയം. പക്ഷേ അത് സംരക്ഷിക്കുന്നവർക്ക് അതിൻ്റെ പൗരാണികതയെക്കുറിച്ച് കാര്യമായ ബോധ്യമില്ലെന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. വളരെ നിരാശ തോന്നി അത് കണ്ടിറങ്ങുമ്പോൾ. ഏതായാലും ആ കാഴ്ചകൾ നിങ്ങൾ കാണുക. എന്താണ് ഉദയംപേരൂർ സുന്നഹദോസ്? ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ ഉദയംപേരൂർ സുന്നഹദോസിന്റെ പ്രാധാന്യം എന്താണ് നമുക്ക് പരിശോധിക്കാം. കേരള ക്രൈസ്തവ സഭാ ചരിത്രത്തിലെ നിർണായകമായ പൗരാണിക സ്ഥലങ്ങളിലൂടെ, പള്ളികളിലൂടെ, യഹൂദ സിനഗോഗുകളിലൂടെയൊക്കെ ഒരു യാത്ര നടത്തുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സാധിച്ചു. ശ്രീ അച്ചൻകുഞ്ഞിലന്തൂരിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമായാണ് ഞങ്ങൾ ഈ പള്ളികളിലൂടെ, സിനഗോഗുകളിലൂടെ യാത്ര നടത്തിയത്. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ദേവാലയങ്ങൾ, ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ ഒക്കെ ഞങ്ങൾ സന്ദർശിച്ച കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഉദയംപേരൂർ. ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന പള്ളി ഇന്നും അവിടെയുണ്ട്. ആ ഉദയംപേരൂർ സുന്നഹദോസ് എന്താണ്, അതിന് കേരള ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ എന്ത് പ്രാധാന്യമാണ് ഉള്ളത് എന്ന് പരിശോധിക്കുന്നതിനുള്ള ശ്രമമാണ് ഈ വീഡിയോയിലുള്ളത്. ഇത് രണ്ട് ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യ ഭാഗത്ത് മലയാളി ക്രൈസ്തവരുടെ ചരിത്രം ഉദയംപേരൂർ സുന്നഹദോസ് വരെ എന്താണ് സംഭവിച്ചതെന്നും എങ്ങനെയാണ് ഉദയംപേരൂർ സുന്നഹദോസ് നടന്നത് എന്നതിലേക്കാണ് ഒന്നാം ഭാഗത്തിൽ എത്തുന്നത്. രണ്ടാം ഭാഗത്തിൽ ഉദയംപേരൂർ സുന്നഹദോസിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു, ആ തീരുമാനങ്ങൾ ക്രൈസ്തവ സഭയുടെ, മലയാള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തെ എങ്ങനെ രണ്ടായി വിഭാഗിച്ചു, അതിന്റെ പ്രതിഫലനങ്ങൾ എന്തൊക്കെയായിരുന്നു, അത് ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഗുണവശങ്ങൾ എന്തൊക്കെയാണ്, ദോഷവശങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യമാണ് പരിശോധിക്കുവാൻ പോകുന്നത്. ക്രിസ്തീയ സഭാ ചരിത്രത്തിൽ താല്പര്യമുള്ളവർക്കും അത് പഠിക്കുന്നവർക്കുമൊക്കെ പ്രയോജനപ്പെട്ടേക്കാം ഈ വീഡിയോകൾ. ശ്രദ്ധിച്ചു കേൾക്കുക. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ നിന്ന് 5 കിലോമീറ്റർ മാറി എറണാകുളം കോട്ടയം റൂട്ടിലുള്ള ഒരു ചെറിയ സ്ഥലമാണ് ഉദയംപേരൂർ എന്നുള്ളത്. 2000 വർഷത്തെ പാരമ്പര്യമാണ് കേരള ക്രൈസ്തവ സഭയ്ക്കുള്ളത്, അല്ലെങ്കിൽ മലങ്കര സഭയ്ക്കുള്ളത്. എന്നാൽ കത്തോലിക്ക സഭയ്ക്ക് കേരളത്തിൽ 400 വർഷത്തെ ചരിത്രം മാത്രമേ ഉള്ളൂ. അതായത് 400 വർഷം മുൻപ് ഉദയംപേരൂർ പള്ളിയിൽ നടന്ന ഒരു സുന്നഹദോസാണ് കേരളത്തിൽ കത്തോലിക്ക സഭ ആരംഭിക്കുവാൻ, അല്ലെങ്കിൽ അത് സ്ഥാപിക്കപ്പെടുവാൻ കാരണമായി തീർന്നത്. ആ ചരിത്രത്തിലേക്കാണ് നമ്മൾ അന്വേഷണവുമായി എത്തുന്നത്. ഗോവ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന കത്തോലിക്ക മെത്രാപ്പോലീത്ത അലക്സോ ഡെ മെനിസിസ് എന്ന ബിഷപ്പാണ് ഉദയംപേരൂർ സുന്നഹദോസിന് നേതൃത്വം നൽകിയത്. ആ ചരിത്രത്തിലേക്ക്, കഥകളിലേക്ക് നമ്മൾ എത്തുന്നതിന് മുന്നമേ മലങ്കര ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കേണ്ടതുണ്ട്. AD 52 ക്രിസ്തു ശിഷ്യനായിരുന്ന തോമസ് ശ്ലീഹ കേരളത്തിലെത്തുകയും ക്രൈസ്തവ വിശ്വാസം കേരളത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് മലങ്കര ക്രൈസ്തവരുടെ പാരമ്പര്യ വിശ്വാസം. ഈ വിശ്വാസത്തിന് ഉപോദ്ബലകമായ പല കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെല്ലാവരും തന്നെ പോയത് അക്കാലത്തെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള യഹൂദ സമൂഹങ്ങളിലേക്കായിരുന്നു. അപ്പോൾ ഈ 1-ാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ കേരളവുമായി യഹൂദ സമൂഹത്തിന് വാണിജ്യപരമായ ബന്ധമുണ്ടായിരുന്നു. വണിക്കുകളായ യഹൂദന്മാർ കേരളവുമായി വ്യാപാരം നടത്തിയിരുന്നു. അങ്ങനെ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലെത്തിയ യഹൂദന്മാർ ഇവിടെ ഒരു സമൂഹമായി താമസിച്ചിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ഒരു വിഭാഗം യഹൂദന്മാർ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ വിശ്വാസത്തിന് ബലം പകരുന്ന ചരിത്ര വസ്തുതയാണ്. കേരളത്തിലുണ്ടായിരുന്ന ഈ യഹൂദ സമൂഹത്തെ അന്വേഷിച്ച് തോമസ് എത്തിച്ചേർന്നു. അങ്ങനെ ഇവിടെ ക്രൈസ്തവ സമൂഹം ഉണ്ടായി എന്നുള്ള ആ പാരമ്പര്യ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി തന്നെയാണ് കേരളത്തിലെ ക്രൈസ്തവരുടെ വിശ്വാസത്തിന്റെ, അല്ലെങ്കിൽ ചരിത്രത്തിന്റെ വഴികൾ നമ്മൾ അന്വേഷിക്കേണ്ടത്. അങ്ങനെ ക്രിസ്തു ശിഷ്യനായ തോമസിലൂടെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച
ഒരു ക്രൈസ്തവ സമൂഹം കേരളത്തിൽ വളർച്ച പ്രാപിച്ചു. നൂറ്റാണ്ടുകൾ കൊണ്ട് ആ സമൂഹം ഒരു ചെറിയ സമൂഹമായി തന്നെ ഇവിടെ നിലകൊണ്ടു. വ്യത്യസ്തമായ ഒരു ക്രൈസ്തവ സമൂഹമായി കേരളത്തിലെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ നസ്രാണികൾ നിലകൊണ്ടു എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും. 16-ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ വിവിധ കാലഘട്ടങ്ങളിൽ പേർഷ്യയിൽ നിന്നും അന്ത്യോക്യയിൽ നിന്നുമൊക്കെ സഭാപിതാക്കന്മാർ കേരളത്തിൽ ഹ്രസ്വ സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ വന്ന ക്രൈസ്തവ നേതാക്കൾ ഈ കേരള സമൂഹത്തെ കാര്യമായി സ്വാധീനിച്ചില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. ഒരേ വിശ്വാസങ്ങൾ ആചരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ ക്രൈസ്തവർ മറ്റ് ലോകമെങ്ങുമുള്ള ക്രൈസ്തവരെക്കാൾ വ്യത്യസ്തരായി നിലകൊണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ ഇവിടെയുള്ള ഹൈന്ദവ സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ പാരമ്പര്യമായി കേരളത്തിൽ താമസിക്കുന്ന മറ്റ് ജാതി സമൂഹങ്ങളോട് ഏകദേശം ഇണങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ അവരുടെ വിശ്വാസ ആചാരങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുകയും അതോടൊപ്പം മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യവും ഓർമ്മകളും ചേർത്ത് കൊണ്ടുപോവുകയും ചെയ്തിരുന്ന വളരെ വ്യത്യസ്തമായ ഒരു സമൂഹമായിരുന്നു കേരളത്തിലെ ക്രൈസ്തവർ. എങ്കിലും അന്ത്യോക്യയിൽ നിന്നും പേർഷ്യയിൽ നിന്നുമൊക്കെ കാലാകാലങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്ന പിതാക്കന്മാരിലൂടെ ആഗോള ക്രൈസ്തവ സമൂഹവുമായിട്ടുള്ള കണ്ണി മുറിയാതെ ഈ സഭയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 16 നൂറ്റാണ്ടുകൾക്കിടയിൽ ലോകമെങ്ങും ക്രൈസ്തവ സഭയ്ക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശ്വാസപരമായ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള തർക്കങ്ങളിലോ വാദങ്ങളിലോ ഒന്നും കേരള സമൂഹത്തിന് കാര്യമായ പ്രാധാന്യമില്ല, അല്ലെങ്കിൽ അതുമായൊന്നും കേരള സമൂഹം ബന്ധപ്പെട്ടിരുന്നില്ല എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രധാനമായും ലോകത്തിൻ്റെ ഒരു കോണിൽ കിടക്കുന്ന ചെറിയൊരു സമൂഹം എന്നുള്ള നിലയിലും കാര്യമായ ക്രൈസ്തവ ബോധ്യങ്ങളില്ലാത്ത ഒരു സമൂഹം എന്നുള്ള നിലയിലും തന്നെ ഈ ക്രൈസ്തവ സമൂഹത്തിന് ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഉപദേശപരമായ വ്യതിയാനങ്ങളിലോ ചലനങ്ങളിലോ ഒന്നും കാര്യമായ ഇടപെടുവാനുള്ള അവസരങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇവിടേക്ക് വല്ലപ്പോഴും കപ്പൽ മാർഗം എത്തിച്ചേരുന്ന സഭാപിതാക്കന്മാരെ ആദരവോടെ സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ അവരുടെ വിശ്വാസ പ്രമാണം എന്താണെന്ന് ഇഴകീറി പരിശോധിക്കുവാനുള്ള പ്രാപ്തിയൊന്നും കേരളത്തിലെ ക്രൈസ്തവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈന്ദവ വിഭാഗത്തിന്റെ ഒരു അവാന്തര വിഭാഗം പോലെ ജാതി ചിന്തകളിലും അന്ധവിശ്വാസങ്ങളിലും ഒക്കെ അഭിരമിച്ചിരുന്ന ഒരു സമൂഹം തന്നെയായിരുന്നു കേരളത്തിലെ ക്രൈസ്തവർ. അങ്ങനെയിരിക്കെയാണ് 1498 പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡെ ഗാമ കോഴിക്കോട് കാപ്പാട് കടൽ തീരത്ത് വന്നിറങ്ങുന്നത്. ഇന്ത്യയിലെ പാശ്ചാത്യ ആധിപത്യത്തിൻ്റെ ആരംഭമെന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. യൂറോപ്പിൽ നിന്ന് ആഫ്രിക്കയുടെ തെക്കേയറ്റത്തുള്ള ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി ഒരു പുതിയ പാത ഭാരതത്തിലേക്ക് കണ്ടെത്തി അതുവഴി യാത്ര ചെയ്യുവാൻ വാസ്കോ ഡ ഗാമയ്ക്ക് സാധിച്ചു എന്നുള്ളത് വ്യാപാര രംഗത്ത് പോർച്ചുഗീസുകാർക്ക് വലിയ മേൽക്കൈ നൽകി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാഹസികരായ ഈ നാവികരുടെ കണ്ടെത്തൽ അവർ വ്യാപാരത്തിന് വേണ്ടി മാത്രമല്ല ഉപയോഗിച്ചത്, അവരുടെ വിശ്വാസങ്ങൾ കൂടെ അവർ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. 3 തവണ ഗാമയും കൂട്ടരും കേരളം സന്ദർശിച്ചു. മാത്രവുമല്ല, അവർ ഗോവ കേന്ദ്രമാക്കി ഒരു കോളനി ഭരണത്തിനുള്ള ചിട്ടവട്ടങ്ങൾ ഒരുക്കുകയും ചെയ്തു. കത്തോലിക്ക സഭയുടെ മതപരമായ താല്പര്യങ്ങളും പോർച്ചുഗീസ് അധിനിവേശത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. അധാർമികവും അതിക്രൂരവുമായ നടപടികളിലൂടെ ഗോവയെ അവർ കീഴടക്കുകയും മതകോടതി വരെ സ്ഥാപിച്ച് ഗോവയെ പൂർണ്ണമായും കത്തോലിക്ക നിയന്ത്രണത്തിലേക്കാക്കുകയും ജനങ്ങളെ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തുകയും ഒക്കെ ചെയ്ത ഒരു ചരിത്രമാണ് ഗോവയിലെ കത്തോലിക്ക അധിനിവേശത്തിൻ്റെ അല്ലെ പോർച്ചുഗീസ് അധിനിവേശത്തിൻ്റെത് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. ഈ വീഡിയോയിൽ അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ ഗോവ കേന്ദ്രമാക്കിയാണ് ഭാരതത്തെ മുഴുവൻ ക്രൈസ്തവവൽക്കരിക്കുവാൻ, കത്തോലിക്കവൽക്കരിക്കുവാനുള്ള ഒരു താല്പര്യം ഈ പോർച്ചുഗീസ് അധിനിവേശത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 1542 ഗോവയിലെത്തുന്ന ഫ്രാൻസിസ് സേവ്യറുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളൊക്കെ ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഫ്രാൻസിസ് സേവ്യർക്ക് കേരളത്തിലുള്ള ക്രൈസ്തവരെയും
ഈ ഗോവ കേന്ദ്രമാക്കിയുള്ള കത്തോലിക്ക രൂപതയുടെ ഭാഗമാക്കി മാറ്റുവാനുള്ള താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങൾ അവർ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഏകദേശം 100 വർഷത്തോളം മലങ്കരയിലെ ക്രൈസ്തവ സഭ പോർച്ചുഗീസ് അധിനിവേശത്തോട് എതിർത്തു നിൽക്കുവാനും അല്ലെങ്കിൽ അതിന് പൂർണ്ണമായി വിധേയപ്പെടാതെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോർച്ചുഗീസുകാർ കേരളത്തിലെത്തിയ ആദ്യ കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാരുമായി സഹകരിക്കുന്നതിന് കേരളത്തിലെ ക്രൈസ്തവർക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. കാരണം ഒരേ വിശ്വാസമുള്ളവർ, ഇങ്ങനെ വരുന്നവർ തങ്ങൾക്കും ആശ്വാസമാകുമെന്ന് കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ നേതൃത്വം കരുതിയിരുന്നു. എന്നാൽ പോകെ പോർച്ചുഗീസ് മിഷണറിമാർ വരവ് തുടങ്ങിയപ്പോൾ ആ പോർച്ചുഗീസ് മിഷണറിമാർക്ക് കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ തനിമ ഒരു കത്തോലിക്ക സഭയ്ക്ക് ചേർന്നതല്ലെന്ന് മനസ്സിലാകുകയും ഇവിടുത്തെ ക്രൈസ്തവ സഭയുടെ ആചാര രീതികളോട് അവർ എതിർത്ത് നിൽക്കുവാൻ തുടങ്ങുകയും ചെയ്തതോടെയാണ് കേരളത്തിലെ ക്രൈസ്തവ സഭയും പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ എതിർത്ത് നിൽക്കുവാനുള്ള ഒരു മനസ്സൊരുക്കത്തിലേക്ക് എത്തിയത്. പക്ഷെ അപ്പോഴേക്ക് പോർച്ചുഗീസുകാർ അതിശക്തമായ നിലയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. അധികാരം അവരുടെ കയ്യിലായിരുന്നു. നാട്ടുരാജാക്കന്മാരെ ഭയപ്പെടുത്തി കൂടെ നിർത്തുവാൻ അവർക്ക് സാധിച്ചിരുന്നു. ഈ അധികാരവും ഭീഷണിയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ മൊത്തമായി തന്നെ കത്തോലിക്ക സഭയുടെ ഭാഗമാക്കി മാറ്റണമെന്നുള്ള അതീവ താല്പര്യത്തോടും അതിനുവേണ്ടി തയ്യാറാക്കിയ തന്ത്രങ്ങളോടും കൂടെയുള്ള ഒരു പദ്ധതിയാണ് പിൽക്കാലത്ത് നടപ്പിലായത്. 1590കളുടെ അവസാനം ഗോവയിലെ കത്തോലിക്ക സഭയുടെ മെത്രോപോലിത്തയായി ചെറുപ്പക്കാരനായ സ്പെയിൻകാരനായ അലക്സെ ഡെ മെനിസിസ് എന്ന ബിഷപ്പ് ചുമതലയേറ്റു. ഊർജ്ജസ്വലനായ ഈ ചെറുപ്പക്കാരൻ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ കത്തോലിക്ക സഭയുടെ ഭാഗമാക്കുക എന്ന പ്രധാനപ്പെട്ട അജണ്ടയുമായി കൊടുങ്ങല്ലൂരിലെ പോർച്ചുഗീസ് താവളത്തിൽ കോട്ടയിൽ വന്ന് താമസം ആരംഭിച്ചു. അദ്ദേഹം ചില നാളുകൾ അവിടെ താമസിക്കുകയും കേരള ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടത്തുകയും ചെയ്തു. കേരളത്തിലെ നസ്രാണികൾക്കിടയിൽ രൂഢമൂലമായിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, അനാചാരങ്ങൾ എന്തൊക്കെയാണ്, ക്രൈസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, കത്തോലിക്ക സഭയ്ക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായ പഠനങ്ങൾ നടത്തിയ മെനസിസ് വളരെ കൃത്യമായ പ്ലാനിങ്ങോടെ, ചിട്ടവട്ടങ്ങളോടെ ഒരു സുന്നഹദോസ് വിളിച്ചു ചേർക്കുവാനായിട്ട് തീരുമാനിച്ചു. തൻ്റെ ആസ്ഥാനം കൊടുങ്ങല്ലൂരാണെങ്കിലും അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് കൊച്ചി രാജ്യത്തെ ഉദയംപേരൂർ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമമാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്കമാലിയിൽ നടത്താതെ ഉദയംപേരൂരിൽ ഇത്ര ചെറിയ ഒരു സ്ഥലത്ത് ഈ കാര്യങ്ങൾ ക്രമീകരിച്ചത് എന്നുള്ളതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഏതായാലും ഉദയംപേരൂരിലുള്ള പുരാതനമായ ഒരു ദേവാലയം അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടു. AD 890 ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഉദയംപേരൂരിൽ AD 890 സ്ഥാപിക്കപ്പെട്ട പുരാതനമായ ഈ ദേവാലയത്തിലാണ് ഞങ്ങൾ സന്ദർശനം നടത്തിയത്. അവിടെയാണ് തന്ത്രശാലിയായ ബിഷപ്പ് മെനിസിസ് ഉദയംപേരൂർ എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലമാണ് വിശാലമായ ഒരു സുന്നഹദോസ് നടത്തുവാനായി തിരഞ്ഞെടുത്തത്. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. പ്രത്യേകമായിട്ട് നാട്ടുരാജാക്കന്മാരുടെ പിന്തുണ, സൈനിക ശക്തി ക്രോഡീകരിക്കുവാനുള്ള ക്രമീകരണങ്ങൾ, ഇങ്ങനെ പല ഘടകങ്ങൾ നോക്കിയാണ് അദ്ദേഹം ഉദയംപേരൂർ തീരുമാനിച്ചത്. ഏതായാലും ഉദയംപേരൂരിൽ നിർമ്മിച്ച പുരാതനമായ ഒരു ദേവാലയം, ആ ദേവാലയത്തിലാണ് ഉദയംപേരൂർ സുന്നഹദോസ് നടന്നത്. 1599 ജൂൺ മാസം 20 മുതൽ ഒരാഴ്ച നീണ്ടുനിന്ന ആ സുന്നഹദോസാണ് മലങ്കര ക്രൈസ്തവ സഭാചരിത്രത്തെ രണ്ടായി കീറിമുറിക്കുന്നത്. വളരെ നിർണായകമായ തീരുമാനങ്ങൾ അവിടെ എടുക്കപ്പെട്ടു. കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ കത്തോലിക്ക സഭയുടെ സമഗ്രാധിപത്യം ഉണ്ടാകുവാൻ കാരണമായി മാറിയത്. ആ തീരുമാനങ്ങളിലേക്കും അന്നവിടെ എടുത്ത തീരുമാനങ്ങൾ മലയാളി ക്രൈസ്തവരെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം. വളരെ പൗരാണികമായ ഒരു ദേവാലയമാണ് ഉദയംപേരൂരിലുള്ളത്. ഞങ്ങൾ ആ കാഴ്ചകൾ കണ്ടു, ആ ദേവാലയം കണ്ടു. വളരെ സുന്ദരമായി ഇപ്പോൾ അത് കാണുവാൻ സാധിക്കും. എന്നാൽ വളരെ നിരാശ തോന്നിയ ഒരു കാര്യം കൂടെ പറയട്ടെ. പൗരാണികമായ ഒരു ദേവാലയം ഇങ്ങനെയാണോ സംരക്ഷിക്കേണ്ടത്?
അതിൻ്റെ പൗരാണികത്വം ചോർന്നു പോകാതെ അതിനെ സുരക്ഷിതമായി സംരക്ഷിക്കുവാൻ ഇന്ന് എത്രയോ സംവിധാനങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ ഭിത്തികളെല്ലാം നന്നായി തേച്ച് പുട്ടിയിട്ട് അതിൽ ഏഷ്യൻ പെയിൻറ്റും അടിച്ച് ഒത്തിരി കളറുകളെല്ലാം വാരിമെഴുകി അതിൻ്റെ പൗരാണികത ചോർത്തിക്കളഞ്ഞ് സുന്ദരമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ നിരാശയോടുകൂടിയാണ് ഞങ്ങൾ അവിടെ നിന്നിറങ്ങിയത്. ഏതായാലും നിങ്ങൾ ആ ദൃശ്യങ്ങൾ ഈ വീഡിയോയിൽ പല ഭാഗങ്ങളിലായി കണ്ടു കഴിഞ്ഞല്ലോ. നിങ്ങൾക്ക് എറണാകുളം റൂട്ടിൽ പോകുമ്പോൾ ഈ പുരാതനമായ ദേവാലയം, കേരളത്തിലെ ക്രൈസ്തവരുടെ ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ അത് കാണുവാൻ താല്പര്യമുള്ളവർ പോയി കാണുക. ആ ദേവാലയം നമ്മുടെ മുൻപിൽ വെക്കുന്നത് ക്രൈസ്തവ സഭാചരിത്രത്തിലെ ഏറ്റവും നിർണായകവും ഏറ്റവും വലിയ വഞ്ചനയുടെയും ചതിയുടെയും ഒക്കെ കഥയാണ്. ഒപ്പം തന്നെ കേരള ക്രൈസ്തവ സഭയെ രണ്ടായി വെട്ടിമുറിച്ചതിൻ്റെ ആ കഥ അടുത്ത എപ്പിസോഡ്.